ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലൈലയുടെ സൈക്കിൾ എന്ന പാഠഭാഗമായിരുന്നു എടുത്തിരുന്നത് അല്ലേ? അതിൽ നമ്മള് ലൈല എവിടെ എത്തി നിൽക്കുവാണ്? ഇപ്പോ അമ്മാവന്റെ വീട്ടിലെത്തിയല്ലേ? സൈക്കിളിനെ അവിടെ വെച്ച് എവിടെ അമ്മാവന്റെ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പേജ് കണ്ടോ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 10. ലിസൺ ഹിയർ. മുറ്റത്ത് നിർത്തി അവൾ ഇറങ്ങി. കണ്ടോ എല്ലാ മക്കളും? പേജ് നമ്പർ 10. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. മുറ്റത്ത് നിർത്തി അവൾ ഇറങ്ങി. സൈക്കിൾ തണലത്തേക്ക് മാറ്റി വെച്ചു. വേഗം വരണേ, ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് മുഷിയും. സൈക്കിൾ പറഞ്ഞു അല്ലെ? സൈക്കിൾ എന്താ പറഞ്ഞത്? ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് മുഷിയും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം വരണേന്ന് അല്ലെ ലൈലയോട് പറയാനേ. പിന്നെന്ത് പറഞ്ഞു? വേഗം വരും, നീ ഈ തണലത്ത് വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു ലൈല. ലൈല പോയപ്പോൾ സൈക്കിളിന് സങ്കടമായി. കുട്ടികളുടെ കലവില കേട്ട് സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്. അവർ ഓടി അടുത്ത് ചെന്നു കൗതുകത്തോടെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി അല്ലെ? അവിടെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൈക്കിൾ കണ്ടപ്പോ അവരെന്ത് ചെയ്തു? ഓടി സൈക്കിളിനടുത്തേക്ക് വന്നു. അപ്പൊ സൈക്കിളിന് കൂട്ടുകാരെ കിട്ടിയപ്പോൾ എന്തായി? ആശ്വാസമായി. അതുവരെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിരുന്നു അല്ലെ? അപ്പോ കുട്ടികളുടെ കലവില കേട്ട് സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്. അവർ ഓടി അടുത്ത് ചെന്നു കൗതുകത്തോടെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി. ലൈല അമ്മായിയോടൊപ്പം കാപ്പി കഴിച്ചു, കുശലം പറഞ്ഞു. പാവം സൈക്കിൾ. പാവം സൈക്കിൾ അല്ലേ? എന്ത് ചെയ്തു? ക്ഷമയോടെ അവളെ കാത്തിരുന്നു. ക്ഷമയോടെ അവൻ എന്താണ് അർത്ഥം? കാത്തു നിന്നു അല്ലേ അവള്? ആ ലൈല വരുന്നത് കാത്ത് ആര് നിന്നു? സൈക്കിള് നിന്നു. ലൈല അമ്മായിയോടൊപ്പം കാപ്പി കഴിച്ചു, കുശലം പറഞ്ഞു. പാവം സൈക്കിൾ ക്ഷമയോടെ അവളെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി. അവർ മടക്കയാത്ര തുടങ്ങി. ലൈല അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഒപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ട് രസിക്കുകയും ചെയ്തു. അപ്പൊ എന്തൊക്കെയാ ചെയ്തേ? അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് ലൈല കാപ്പിയൊക്കെ കഴിച്ചു അല്ലെ? പലഹാരമൊക്കെ കഴിച്ചു. അപ്പോഴെന്ത് ചെയ്യുന്നത്? സൈക്കിൾ ഇവിടെ നിൽക്കണേ. അപ്പൊ സൈക്കിള് ക്ഷമയോടെ ലൈലയെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി. അവർ മടക്കയാത്ര തുടങ്ങി. ലൈല അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഒപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ടു രസിക്കുകയും ഓരം വഴി സൈഡിലത്തെ അല്ലെ വഴിക്ക് അപ്പുറവും ഇപ്പുറമുള്ള കാഴ്ചകളൊക്കെ കണ്ടു രസിക്കുകയും ചെയ്തു. അപ്പോൾ എതിരെ ഒരു ലോറി പാഞ്ഞു വന്നു. അവർ പൊടിയിൽ കുളിച്ചുപോയി. ലൈല പറഞ്ഞു, വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ. ആരാണ് വാഹനങ്ങളിൽ മിടുക്കൻ എന്നാണ് ലൈല പറയുന്നത്? സൈക്കിൾ തന്നെയാണ് മിടുക്കൻ. വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ അല്ലെ? പുകയും പൊടിയുമൊന്നും ഇല്ലല്ലോ, മാത്രവുമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ ആരോഗ്യവും കൂടും. അപ്പൊ എന്താ പറയുന്നത്? സൈക്കിളിന് എന്താണ്? വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ. എന്തുകൊണ്ടാണ് ലൈല അങ്ങനെ പറയുന്നത്? സൈക്കിളിന് എന്തില്ല? പുകയും പൊടിയും ഇല്ല അല്ലെ? മറ്റു വാഹനങ്ങളിലെല്ലാം എന്ത് ചെയ്യും? പുക ഉണ്ടാവും, പൊടി ഉണ്ടാവും അല്ലെ? ഒക്കെ ഉണ്ടാവും. അപ്പൊ പുകയും പൊടിയും ഇല്ല. പിന്നെയോ മാത്രവുമല്ല എണ്ണയും വേണ്ട അല്ലെ? എല്ലാറ്റിലും പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ അടിക്കണം അല്ലെ? ഇതും വേണ്ട സൈക്കിളില്. പിന്നെന്താ മെച്ചമുള്ളത്? നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ ആരോഗ്യവും കൂടും അല്ലെ? രാവിലെയൊക്കെ നിങ്ങൾ സൈക്കിൾ ചവിട്ടിയാൽ എന്താണ്? നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ വാഹനങ്ങളില് ഏതാണ് മിടുക്കൻ? ആണ് ലൈലയുടെ പക്ഷം. ലൈല പറയുന്ന സൈക്കിൾ തന്നെയാണ് മിടുക്കൻ. എന്തൊക്കെ കാരണങ്ങൾ നിരത്തുന്നുണ്ട് അല്ലെ? എന്താണ്? വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? പൊടിയും പുകയും ഒന്നുമില്ല, മാത്രവുമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ എന്ത് കൂടും? ആരോഗ്യവും കൂടും അല്ലെ? സൈക്കിൾ ചവിട്ടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലെ? രാവിലെയൊക്കെ നിങ്ങൾ സൈക്കിൾ ചവിട്ടിയാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായ സ്ഥാനത്ത് ഒതുക്കി നിർത്തി. അതിനൊരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് പോയി അല്ലെ? വീട്ടിലേക്ക് കയറിപ്പോയി. സൈക്കിള് അവിടെ ഒതുക്കിയിട്ടിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഒരു ഉമ്മയും കൊടുത്ത് വീട്ടിലേക്ക് കയറിപ്പോയി.
ഓക്കെ. പിന്നെ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? വാഹനങ്ങളില് സൈക്കിൾ തന്നെയാണ് ഏറ്റവും മിടുക്കൻ എന്ന് പറഞ്ഞു. കാരണം എന്തൊക്കെയാ പറയുന്നത്? വാഹനം എന്തുകൊണ്ടാ? പുകയും പൊടിയും ഒന്നുമില്ല, മാത്രവുമല്ല എണ്ണയും വേണ്ട, നിന്നോടൊപ്പം സഞ്ചരിച്ചാല് ആരോഗ്യവും കൂടും, അല്ലേ? അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് പദം പരിചയപ്പെടാന്ന് പറഞ്ഞ് താഴെയുണ്ട്, കണ്ടോ മക്കളെ നിങ്ങള്? എന്താണ് അതില്? ആഞ്ഞു ചവിട്ടുക. എന്താണ് അർത്ഥം? ശക്തിയായി ചവിട്ടുന്നതിനാണ് ആഞ്ഞു ചവിട്ടുക എന്ന് പറയാ. ഒതുക്കുക ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഏതാ? ഒതുക്കുക, ഒരു വശത്തേക്ക് മാറ്റിയിടുന്നതിനാ പറയാ. പിന്നെ കുശലം, കുശലാന്വേഷണം എന്താ? ക്ഷേമം, അല്ലെ? നിങ്ങൾക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നത് കുശലാന്വേഷണം, ക്ഷേമം. കുശലം, ക്ഷേമം. ഞരങ്ങുക, ഞരങ്ങൽ എങ്ങനെയാ? നമ്മള് നേരിയ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനാണ് എന്ത് പറയുക? ഞരങ്ങുക എന്ന് പറയുക. നെക്സ്റ്റ് നോവുകയാണ്. നോവുക എന്താണ്? നിങ്ങൾക്ക് വേദന വീണു അല്ല നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നൊന്തോന്ന്, അല്ലേ? നോവുക പറഞ്ഞ എന്താ അർത്ഥം നേരം? നോവുക വേദനിക്കുക, അല്ലെ? വേദനിക്കുക. പ്രകടിപ്പിക്കുക എന്താണ് അർത്ഥം? പുറത്ത് കാണിക്കുക, അല്ലെ? നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ ചിലവർ എന്ത് ചെയ്യും? പ്രകടിപ്പിക്കും പുറത്ത്, അല്ലെ? പ്രകടിപ്പിക്കുക പറഞ്ഞാൽ പുറത്തേക്ക് കാണിക്കുന്നതിനാണ് പറയുക, പുറത്ത് കാണിക്കുന്നതിനാണ് പറയുക. നെക്സ്റ്റ് മുഷിയുക. എന്താണ് ക്രിസ്റ്റി? ഇവിടെ ശ്രദ്ധിച്ചേ മോനെ. മുഷിയുക, മടുക്കുക, അല്ലേ? നമ്മൾ പറയും ചില സ്ഥലത്തെല്ലാം ഇരുന്നിട്ട് നമുക്ക് പറയോ അവിടെ ഇരുന്ന് ഞാൻ മുഷിഞ്ഞു പോയി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മുഷി. മടുക്കുന്നതിനാ പറയുക, അല്ലെ? മടുക്കുക എന്നാണ് അർത്ഥം. അർത്ഥം നമുക്ക് എഴുതാം, ഇപ്പൊ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് കഥയില് വരുന്ന ഭാഗങ്ങൾ മിസ് പറഞ്ഞതേ ഉള്ളൂ. സുരക്ഷിതം എന്താ അർത്ഥം? സുരക്ഷിതമായി വെച്ചു പറഞ്ഞ എന്താ? ഭദ്രമായി സൂക്ഷിക്കുന്നതിനാ പറയുക, അല്ലെ? സുരക്ഷിതമായി വെക്കുക. ഓക്കെ, അത്രയും പദങ്ങൾ ഉണ്ട് അല്ലേ? അതില് പദങ്ങൾ പരിചയപ്പെടാനുണ്ട്, മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോ ലൈലയുടെ സൈക്കിള് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? ഇഷ്ടപ്പെട്ടോ കഥ? ലൈല സൈക്കിളിനോട് എങ്ങനെയാ സ്നേഹിക്കുന്നുണ്ടോ സൈക്കിളിനെ ലൈല? തന്റെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ഫ്രണ്ടിനോടൊക്കെ സ്നേഹിക്കുന്നത് പോലെയാണ് സൈക്കിളിനോട് ലൈല ഇവിടെ സ്നേഹിക്കുന്നത്, അല്ലെ? സൈക്കിളിനെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഒന്ന് മിസ് വായിക്കാം. വായിക്കുമ്പോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. അപ്പൊ ലൈലയുടെ സൈക്കിൾ, പാഠം 2, ലൈലയുടെ സൈക്കിൾ. നിം നിം നിം, ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. എന്തൊക്കെയാ സംസാരിച്ചേ? ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. ലൈല സൈക്കിൾ നിവർത്തി വെച്ചു, തുണിയെടുത്ത് പൊടി തുടച്ച് വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്ക് പറ്റിയല്ലേ? ഓ, അത് സാരമില്ല, ഇന്ന് വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും മുരിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ, ശ്രദ്ധിച്ചു പോകണേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കേണ്ട, ഞാൻ പതുക്കെ പോകൂ, അവൾ ഉറപ്പു നൽകി. അമ്മാവിന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ 2 ഭാഗത്തും പലതരം ചെടികള് വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. എങ്ങനെയാണ്? റോഡിന്റെ ഇരുവശത്തെയും ഭംഗി അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ? റോഡിന്റെ 2 ഭാഗത്തും, അതായത് ഇരുവശത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അണ്ണാറക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്ന് ചിലയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ട് രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അതാണ് ആഞ്ഞു ചവിട്ടുക, ശക്തിയായി ചവിട്ടുക. അതിനാണ് അർത്ഥം പറഞ്ഞത്, അല്ലെ? അപ്പോൾ സൈക്കിൾ ഒന്ന് ഞരങ്ങി. എന്നെ താങ്ങി, നിനക്ക് നോവുന്നുണ്ടോ? നോവുക, വേദനിക്കുക. ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാ, സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. മുറ്റത്ത് നിർത്തി അവൾ ഇറങ്ങി. സൈക്കിൾ തണലത്തേക്ക് മാറ്റിവെച്ചു. വേഗം വരണേ, ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് മുഷിയും. മുഷിയുക, മടുക്കുക. സൈക്കിൾ പറഞ്ഞു. വേഗം വരും, നീ ഈ തണലത്ത് വിശ്രമിച്ചോളൂ. ലൈല പോയപ്പോൾ സൈക്കിളിന് സങ്കടമായി. കുട്ടികളുടെ കലപില കേട്ട് സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്. അവർ ഓടി അടുത്ത് ചെന്നു. കൗതുകത്തോടെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി. ലൈല അമ്മായിയോടൊപ്പം കാപ്പി കഴിച്ചു, കുശലം പറഞ്ഞു. പാവം സൈക്കിൾ ക്ഷമയോടെ അവളെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി. അവർ മടക്കയാത്ര തുടങ്ങി.
ലൈല അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഒപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ട് രസിക്കുകയും ചെയ്തു. അപ്പോൾ എതിരെ ഒരു ലോറി പാഞ്ഞു വന്നു. അവർ പൊടിയിൽ കുളിച്ചുപോയി. ലൈല പറഞ്ഞു, വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ. പുകയും പൊടിയുമൊന്നും ഇല്ലല്ലോ. മാത്രവുമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ ആരോഗ്യവും കൂടും. അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായ സ്ഥാനം, സുരക്ഷിതം അതാണ് ഭദ്രം എന്നർത്ഥം, സ്ഥാനത്ത് ഒതുക്കി നിർത്തി. അതിന് ഒരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. എന്താ അൻസൺ? അൻസൺ പ്ലീസ് അൺമ്യൂട്ട്. ഇവിടെ ഭയങ്കര സൗണ്ടാ, യൂട്യൂബിൽ കണ്ടാ മതി. എന്ത് സൗണ്ടാ മോനെ? ഭയങ്കര സൗണ്ടാ. എന്ത് സൗണ്ടാ? ക്ലിയർ ഇല്ലേ? ടൈൽസിന്റെ പണിയാ. അതെ അല്ലേ? ഓക്കെ, എന്നാ മോൻ യൂട്യൂബ് കണ്ടാ മതി. ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ ഓവർ സൗണ്ട് ആയിട്ട് ചെവിക്ക് മോശമാവണ്ട. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പോ ആ പാഠഭാഗം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കട്ടെ മിസ്. പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ മിസ്? ഒരാളുടെ ചോദിക്കുവേ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ലൈല എങ്ങോട്ടാണ് യാത്ര പുറപ്പെട്ടത്? ലൈല എങ്ങോട്ടാണ് യാത്ര പുറപ്പെട്ടത് ആണ് ഫസ്റ്റ് ചോദ്യം അല്ലേ? ഫസ്റ്റ് ചോദ്യം ആരാ? സിനാൻ ആണ് പറയുന്നത്. പറഞ്ഞോ സിനാൻ. സിനാൻ പ്ലീസ് അൺമ്യൂട്ട്. അമ്മാവന്റെ വീട്ടിലേക്ക്. ഓക്കെ, ലൈല അമ്മാവന്റെ വീട്ടിലേക്കാണ് യാത്ര പുറപ്പെട്ടത് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സൈക്കിളിന് പരിക്ക് പറ്റിയത് എങ്ങനെ? ആർക്കറിയാം? അൻഷി. അൻഷി പറഞ്ഞോ. സൈക്കിളിന് പരിക്ക് പറ്റിയത് എങ്ങനെ? സൈക്കിൾ ഇന്നലെ അവര് എവിടെയോ പോകുമ്പോ വീണു അല്ലേ? സൈക്കിൾ അങ്ങനെ വീണപ്പോഴാണ് പരിക്ക് പറ്റിയത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്താ? സൈക്കിൾ നൽകിയ മുന്നറിയിപ്പ് എന്ത്? എന്താണ് സൈക്കിൾ നൽകിയ മുന്നറിയിപ്പ്? ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടോ? എന്താണ് അമന്ന? അൺമ്യൂട്ട് ചെയ്തേ. ശ്രദ്ധിച്ചു പോകണേ. ശ്രദ്ധിച്ചു പോകണേ, അല്ലെങ്കിൽ ഇന്നും വീഴും അല്ലേ? ഇന്നലെ വീണത് കൊണ്ടാ പറഞ്ഞത് ശ്രദ്ധിച്ചു പോകണേ, അല്ലെങ്കിൽ വീഴും അല്ലേ? ഇതാണ് സൈക്കിൾ നൽകിയ മുന്നറിയിപ്പ്. ലൈല കണ്ട വഴിയോര കാഴ്ചകൾ എന്തൊക്കെ? അതാണ് മിസ് പറഞ്ഞത് നേരത്തെ, ശ്രദ്ധിക്കണം. അപ്പൊ ഏതാണ്? ലൈല കണ്ട വഴിയോര കാഴ്ചകൾ ആരാ പറയുന്നേ? ഓക്കെ, ഇവിടെ ആരാ പറയുന്നേ? ഫാത്തിമ മെഹറിൻ പറഞ്ഞോ. ഓക്കെ, ലൈല കണ്ട വഴിയോര കാഴ്ചകൾ എന്തെല്ലാം? മിസ് അത് പറയുമ്പോ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു? പൂക്കൾ. എങ്ങനെയാ പറയണ്ടേ? റോഡിന്റെ ഇരുഭാഗത്തും എന്താ ഉണ്ടായത്? വളർന്നു നിൽക്കുന്ന പലതരം ചെടികൾ, വിടർന്നു നിൽക്കുന്ന പൂക്കൾ, അവയ്ക്കു ചുറ്റും മൂളിപ്പറക്കുന്ന വണ്ടുകൾ, കൊമ്പുകളിൽ നിന്നും ചിലയ്ക്കുന്ന അണ്ണാരക്കണ്ണന്മാർ. ഇത്രയും കാഴ്ചകളല്ലേ ലൈല കണ്ട വഴിയോര കാഴ്ചകള് അല്ലെ? എങ്ങനെയാ പറയണ്ടേ? ഇരുഭാഗത്തും വളർന്നു നിൽക്കുന്ന പലതരം ചെടികൾ, വിടർന്നു നിൽക്കുന്ന പൂക്കൾ, അവയ്ക്കു ചുറ്റും മൂളിപ്പറക്കുന്ന വണ്ടുകൾ, മരക്കൊമ്പുകളിൽ നിന്നും ചിലയ്ക്കുന്ന അണ്ണാറക്കണ്ണന്മാർ തുടങ്ങിയവയാണ് യാത്രാമധ്യേ ലൈല കണ്ട കാഴ്ചകൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ? സൈക്കിൾ മുഷിയുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഡൊമിനിക്കിന് അറിയോ? സൈക്കിൾ മുഷിയുന്നത് എപ്പോഴാണ്? ഒറ്റയ്ക്ക് നിൽക്കുമ്പോ. ഓക്കെ, സൈക്കിളിനെ തനിച്ചാക്കി ലൈല അമ്മാവന്റെ വീട്ടിലേക്ക് കയറിയപ്പോഴാണ് സൈക്കിള് മുഷിഞ്ഞത് അല്ലേ? അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മായിയുടെ കുട്ടികൾ സൈക്കിൾ കണ്ടപ്പോൾ ചെയ്തത് എന്ത്? എന്താണ് ചെയ്തത്? ആരാ പറയുന്നതിന്റെ ആൻസർ? എന്താണ് മാളവിക പറഞ്ഞോ. മാളവിക ഞാൻ കൈ പൊക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അല്ലേ?
ചെന്നു ആ കൗതുകത്തോടെ നോക്കി. അമ്മായിയുടെ കുട്ടികൾ സൈക്കിൾ കണ്ടപ്പോൾ അടുത്തേക്ക് ഓടി ചെല്ലുകയും കൗതുകത്തോടെ തൊട്ടു നോക്കുകയും ചെയ്തു. അല്ലേ? അതല്ലേ ചെയ്തത്? നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത് എന്തെല്ലാം? എന്തൊക്കെയാണ്? ആരാ പറയുന്നത്? റാസി, മുഹമ്മദ് റാസിക്ക് അറിയോ? സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത് എന്തെല്ലാം? ഓയിൽ വേണ്ട, പിന്നെ പുകയും വേണ്ട, ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാ പറയണ്ടേ? എണ്ണയടിക്കാതെയും എണ്ണയടിക്കാതെയും പുകയുടെയും പൊടിയുടെയും ശല്യമില്ലാതെയും ഓടിക്കാവുന്നതാണ് സൈക്കിൾ, അല്ലെ? അതോടൊപ്പം സൈക്കിൾ സവാരി ചെയ്യുന്നത് ആരോഗ്യദായകവുമാണ്, അല്ലെ? ഇവയൊക്കെയാണ് സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത്, അല്ലെ? എന്തൊക്കെയാണ്? എണ്ണയടിക്കാതെയും പുകയും പൊടിയുടെയും ശല്യമില്ലാതെയും ഓടിക്കാവുന്ന വാഹനമാണ് ഏത്? സൈക്കിൾ. അതുപോലെ തന്നെ അതോടൊപ്പം സൈക്കിളിൽ സവാരി ചെയ്യുന്നത് ആരോഗ്യദായകവുമാണ്. ഇവയൊക്കെയാണ് സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അലൻ തോമസ് മനസ്സിലായോ അവനെ? അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ആർക്കെങ്കിലും ഇനി മനസ്സിലാവാതെ ഉണ്ടോ? യെസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോ ഇതില് ഈ പാഠത്തിന്റെ മറ്റേത് കംപ്ലീറ്റ് അല്ലേ മക്കളെ? ഫസ്റ്റ് പാഠം എല്ലാ മക്കൾക്കും കംപ്ലീറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ നോട്ട്ബുക്കിൽ എന്ത് എഴുതി വെക്കണം മക്കൾ? ഇന്ന് നമ്മുടെ പാഠം 2 ലൈലയുടെ സൈക്കിളിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അർത്ഥം എന്ന് എഴുതിയിട്ട് ഈ പദം പരിചയപ്പെടാന്നുള്ളതിൽ ആഞ്ഞു ചവിട്ടുക. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, അത് ലാസ്റ്റ് നമ്മളെ നിഘണ്ടുവിലുണ്ടാവും അതിന്റെ അർത്ഥം. അത് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തി എഴുതണം. തെറ്റിക്കരുത്, നോക്കിയിട്ട് എഴുതണം. നെക്സ്റ്റ് രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, അത് മിസ് സെൻഡ് ചെയ്ത് തരും, എഴുതിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അത് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതണ്ട. നെക്സ്റ്റ് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയേ, പേജ് നമ്പർ 11 എന്താണ്? യോജിച്ച പദങ്ങൾ ചേർത്ത് എഴുതുക. അതിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? എന്നെ പ്ലസ് താങ്ങി, എന്നെ അധികം താങ്ങി. എന്താണ് വരുന്നത്? എന്നെ താങ്ങി. താ ഇരട്ടിച്ചു. ശ്രദ്ധിച്ചു നിങ്ങള്? അതേപോലെ നമുക്ക് എല്ലാം പറയാം. എന്താണ്? എന്തൊക്കെയാ അതിൽ പറയാനുള്ളത്? താഴെ കണ്ടു നിങ്ങള്? എന്നെ താങ്ങി. പിന്നെന്താ പറയണ്ടേ? എന്നെ ഏതാ ചേരുവ? അടുത്ത എന്ത് പറഞ്ഞേ നിങ്ങള്? ആരാ പറയുന്നേ? എത്തിപ്പോയി. നെക്സ്റ്റ് മൂളി പ്ലസ് പറക്കുന്നു. ഇങ്ങനെ ചേർത്തിട്ട് എഴുതാനാണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെയോ ആരാ പറയുന്നേ? ആർക്കെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, അന്നക്ക സുരേഷ് ഒന്ന് പറഞ്ഞേ. അന്നക്ക, എന്നെ പ്ലസ് താങ്ങി, എന്നെ താങ്ങി. അതേപോലെ ഇതിൽ കുറേ പദങ്ങളുണ്ട്, അത് രണ്ടും ചേർത്തിട്ട് പറഞ്ഞേ. ഏതൊക്കെയാണ്? എന്നെ പ്ലസ് താങ്ങി പറഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത എത്തിന്നുണ്ട്, അത് വെച്ച് പറഞ്ഞേ. എത്തി, അധികം, പോയി. പോയി കണ്ടോ? അതാണ് എത്തിപ്പോയി. കണ്ടോ മക്കളെ? എത്തിപ്പോയി. നെക്സ്റ്റ് വൺ എന്താ വരുക? മൂളി പ്ലസ് മൂന്നാമത്തത് മൂളി അധികം പറക്കുന്നു. എന്താണ്? മൂളി പറക്കുന്നു. പാ ഇരട്ടിക്കും. ഓക്കെ, മൂളി പറക്കുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? ഒതുക്കി, അല്ലേ? ഒതുക്കി പ്ലസ് എന്താണ് വരുക? നിർത്തി, അല്ലേ? ഒതുക്കി, ഒതുക്കി പ്ലസ് വച്ചു, ഒതുക്കി വച്ചു. ഇക്ക ഒതുക്കി, അത് പിന്നെ ഒന്നും ചെയ്യാനില്ല, അവിടെ തന്നെ ഇല്ല, നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. നെക്സ്റ്റ് മാറ്റി പ്ലസ് നിർത്തി. എന്താണ്? എന്താണ് മാറ്റി പ്ലസ് നിർത്തി? ചേർത്ത് വായിച്ച മാറ്റി നിർത്തി. ഓക്കെ, അപ്പൊ എന്തൊക്കെ എഴുതി? എന്നെ താങ്ങി, എത്തിപ്പോയി, മൂളിപ്പറക്കുന്നു, ഒതുക്കി വച്ചു, മാറ്റി നിർത്തി. അത്രയാണ് അത്
ആഡ് ചെയ്ത് നമ്മൾ ചേർത്ത് എഴുതാനുള്ളത്. യോജിച്ച പദങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ളത് ഫില്ല് ചെയ്യേണ്ട അങ്ങനെയാണ്. എന്ത് ചെയ്യണം നമ്മള് നോട്ടിലേക്ക്? അത് അങ്ങനെ തന്നെ എഴുതണം. ഞാൻ എഴുതി തരണമെങ്കിൽ എഴുതി തരാം, അല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് എഴുതണം. എഴുതുവോ? ഓക്കെ. അല്ലെങ്കിൽ മിസ് ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ സെൻഡ് ചെയ്തേണ്ടി വരും അല്ലേ? എല്ലാവരും തനിയെ എഴുതിക്കോളൂ. അത് എന്നെ പ്ലസ് താങ്ങി, എന്നെ താങ്ങി. ഫാത്തിമ മെഹറിന് ആവൂലേ എഴുതാൻ ഒറ്റയ്ക്ക്? നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ വരുക? എത്തി. യെസ്, അർത്ഥം എഴുതണം നോട്ടിലേക്ക്. ഏത് അത് എഴുതി തരുമോ? അർത്ഥം നമ്മുടെ ലാസ്റ്റ് പേജ് നമ്പർ നോക്കട്ടെ. പേജ് നമ്പർ 77 എടുത്ത എല്ലാവരും. 77 77 അതിൽ നിഘണ്ടു എന്നുള്ളൊരു ഭാഗമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിലുണ്ട് പാഠം 2. കണ്ടോ നിങ്ങള്? ലൈലയുടെ സൈക്കിൾ. അത് നോക്കി നിങ്ങൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, നോട്ടിലേക്ക് അർത്ഥം എഴുതണം. അത്രയാണ് മിസ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ചെയ്യൂലേ അത്? ഓക്കെ. അപ്പോ യോജിച്ച പദങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ളത് അതാണ്. നെക്സ്റ്റ് നാലാമത്തെ എന്താണ്? ഞാൻ അത് എഴുതി തരണോ? യോജിച്ച പദങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ളത്. നോ. ഓക്കെ, എഴുതിക്കോളൂ. പക്ഷെ ഇത്താ വരേണ്ടത് ഇത്താ വരണം കേട്ടോ. ഇരട്ടിക്കണ്ടത് ശ്രദ്ധിച്ച് എഴുതണം. നെക്സ്റ്റ് നാലാമത്തെ ആക്ടിവിറ്റി എന്താ? ശ്രദ്ധിച്ചേ. ഓരോ വാക്യത്തിലുമുള്ള എതിർപദങ്ങൾ എന്താണ് മോളെ? മൂന്നാമത്തെ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതണം. അതായത് 3 ചേർത്ത് എഴുതുക എന്ന് എഴുതുക. ചേർത്ത് എഴുതുക എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എന്നെ അധികം താങ്ങി, എന്നെ പ്ലസ് താങ്ങി, എന്ത്? എന്നെ താങ്ങി. അതുപോലെ അടുത്തത് എത്തി പ്ലസ് പോയി, എന്നിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എത്തിപ്പോയി. നെക്സ്റ്റ് മൂളി പ്ലസ് പറക്കുന്നു, മൂളി പറക്കുന്നു. ഇപ്പ വരും. ഓക്കെ, മൂളി പറക്കുന്നു. കണ്ടോ നിങ്ങളെ? 1 2 3 മൂളി എന്നുള്ളത് മൂന്നാമത്തെ നടുക്കുള്ളതാണ് മിസ് പറയുന്നത്. കണ്ടോ നിങ്ങളെ മൂന്നാമത്തെ ആക്ടിവിറ്റീസില്? ബിന്യ കണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് മിസ് പറഞ്ഞത്. നെക്സ്റ്റ് നാലാമത്തെ എന്താ ഉള്ളത് നടുക്ക്? ഒതുക്കി. അപ്പൊ ഒതുക്കി വച്ചു. ആ വച്ചു എന്നുള്ളതാണ് അതിന് ചേരുന്നത്. അടുത്തത് മാറ്റി പ്ലസ് നിർത്തി, മാറ്റി നിർത്തി. അത്ര തന്നെയാണ് ഉള്ളത്. അപ്പൊ 1 2 3 4 5 എണ്ണം വരും ടോട്ടൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കൾക്ക് എല്ലാവർക്കും? പറഞ്ഞു. യെസ്. എന്നെ പ്ലസ് താങ്ങി. അടുത്ത നാലാമത്തെ എന്ന് പറയുന്നത് ഒതുക്കിയാണ്. ഒരിക്കും ഒതുക്കി വച്ചു. ഒതുക്കി പ്ലസ് എന്നുള്ള ചിഹ്നം എന്താണ്? മാറ്റി. അത് ഞാൻ പറയണത്രേ. അത് പറയാം. നാലാമത്തെ ആക്ടിവിറ്റി ഓരോ വാക്യത്തിലുമുള്ള എതിർപദങ്ങൾ കണ്ടെത്തി എഴുതുക. വണ്ടി കയറ്റം കയറി വന്ന് ഇറക്കം ഇറങ്ങിപ്പോയി. അപ്പോ റെഡിങ്ങിൽ എഴുതിയുണ്ടോ നിങ്ങള്? കയറ്റം എന്താണ് ഓപ്പോസിറ്റ് വേർഡ്? എതിർപദം. ഓപ്പോസിറ്റ് വേർഡിന് ഏതാ ചിഹ്നം? എങ്ങനത്തെ ചിഹ്ന നിങ്ങൾ ഇടേണ്ടത്? ഇൻറ്റു അല്ലെ? ഇൻറ്റു ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ കയറ്റം എന്താണ്? കയറ്റത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഇറക്കം. അവിടെ തന്നെ ഉണ്ട് റെഡിങ്ങില്. കയറ്റം, ഇറക്കം. നെക്സ്റ്റ് രണ്ടാമത്തത് മേലോട്ടെറിഞ്ഞ പന്ത് താഴോട്ട് വീണു. അപ്പൊ മേലോട്ട് എന്താ ഓപ്പോസിറ്റ് വേർഡ്? മേലോട്ട്, താഴോട്ട്. മേലോട്ട്, താഴോട്ട്. കണ്ടോ നിങ്ങള്? അത് അണ്ടർലൈൻ ചെയ്തേ. ഇപ്പം ആ സെന്റൻസിലുള്ള മേലോട്ട് ഓപ്പോസിറ്റ് വേർഡാണ് താഴോട്ട്. നെക്സ്റ്റ് ഞാൻ അത് വേണമെങ്കിൽ അതുകൂടി എഴുതി തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. നെക്സ്റ്റ്
അവർ അടുത്തു നിന്ന് അകലേക്ക് നോക്കി. അടുത്ത്, അകലെ. ഓക്കെ. കയറ്റം. ഇതിനൊക്കെ എഴുതിയ കുറച്ച് മെല്ലനെ എഴുതാൻ പറ്റും. കയറ്റം. കയറ്റം വൃത്തി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കട്ടിയാക്കിയത്. അപ്പൊ കയറ്റം മൂന്നാമത്തതാണ്. കയറ്റം ഇൻറ്റു മാർക്ക് ചെയ്യണം. ഓപ്പോസിറ്റ് വേർഡ് എഴുതുമ്പോ ഇൻറ്റു. കയറ്റം ഫസ്റ്റ് വൺ ആയി എഴുതുന്ന മിസ്സേ. കയറ്റം ആരാണ് ഇതിൽ വരക്കുന്നത്? ഹിബ ഫാത്തിമയാണോ? യെസ്, പറഞ്ഞോ. ഇറക്കം. എനിക്ക് വരുന്നല്ലോ. ഇത് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഓപ്പോസിറ്റ് വേർഡ്, അതായത് എതിർ പദങ്ങൾ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് എഴുതേണ്ടത്. കയറ്റം, ഇത് കയറ്റം. ഇതാ കം ഇൻഡൂട്ടിട്ട് ഇറക്കം. നെക്സ്റ്റ് രണ്ടാമത്തെ അതിൽ തന്നെ വരുന്നത് മേലോട്ട്. ഡൊമിനിക്കേ, മേലോട്ട്. മേലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന് ഇനി മുട്ടാൻ പാടില്ല കേട്ടോ. ഇത് എഴുതിയെടുത്ത് നോട്ടിലല്ല, നിങ്ങൾ തൽക്കാലം എഴുതിക്കെടുത്തോ. നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് അങ്ങനെ ശരിയാവും. നിങ്ങൾ ഏതെങ്കിലും ആ ടെക്സ്റ്റ് തന്നെ എഴുതി വെച്ചോ. തൊട്ടിപ്പുറം എഴുതി വെച്ചോ. പിന്നെ എഴുതിയാലും മതി, ക്ലാസ് എടുത്ത് നോക്കിയിട്ട്. മേലോട്ട്, താഴോട്ട്. നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യണേ. ഇതിലുണ്ട് ഇത്. അതേ കാര്യമാണ് ഞാൻ എഴുതിത്തരുന്നത്. താഴോട്ട്, അതിന് അണ്ടർലൈൻ ചെയ്യും. അത് രണ്ടുമാണ് എഴുതേണ്ടത്. മേലോട്ട്, താഴോട്ട്. നെക്സ്റ്റ് എന്താണ്? അവർ അടുത്ത് നിന്ന് അകലേക്ക് നോക്കി. അടുത്ത്, അകലെ. ഓപ്പോസിറ്റ് വേർഡ്, എതിർപദം. അടുത്ത് ഇൻഡു മാർക്ക് ചെയ്യുക. അകലെ. അകലെ, അടുത്ത്, അകലെ. ഇനി പുലി പിന്നോട്ട് ആഞ്ഞ് മുന്നോട്ട് കുതിച്ചു. അപ്പൊ പുലി പിന്നോട്ട്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാ? ഏതാ മക്കളെ? മുന്നോട്ട് അല്ലേ? പിന്നോട്ട് ഓപ്പോസിറ്റ് വേർഡാണ് മുന്നോട്ട്. അപ്പൊ എന്താ എഴുതേണ്ടത്? പിന്നോട്ട്. പിന്നോട്ട്, മുന്നോട്ട്. മടി തുടങ്ങാലോ മിസ്സേ. മുന്നോട്ട്, പിന്നോട്ട്, മുന്നോട്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ എതിർപ്പദം എഴുതാൻ പറഞ്ഞ കയറ്റം. കയറ്റത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഇറക്കം. മേലോട്ട്, താഴോട്ട്. നെക്സ്റ്റ് വൺ അടുത്ത്, അകലെ, പിന്നോട്ട്, മുന്നോട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 4 എണ്ണാണ് നമ്മൾ ഇന്ന് എഴുതിയത്. ഓക്കെ, അപ്പോ
ഫസ്റ്റ് വൺ പദം പരിചയപ്പെടാനുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. സെക്കൻഡ് വൺ മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. തേർഡ് വൺ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ മിസ് സെൻഡ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഓരോ വാക്യത്തിലുമുള്ള എതിർപദങ്ങൾ കണ്ടെത്തി എഴുതുക. കയറ്റം, ഇറക്കം, മേലോട്ട്, താഴോട്ട്, അടുത്ത്, അകലെ, അകലെ, പിന്നോട്ട്, മുന്നോട്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അഞ്ചാമത്തെ നോക്കിയേ, ശ്രദ്ധിച്ചേ എല്ലാവരും. ഉചിതമായ പദങ്ങൾ ചേർത്ത് പൂർത്തിയാക്കുക. ഉചിതമായ പദങ്ങൾ ചേർത്ത് പൂർത്തിയാക്കുക. പൊടി ഡേഷ്. പൊടി എന്താ ചെയ്തേ? എന്താണ് പൊടി? എന്താ നീറ്റ? പൊടി നിർത്തി എന്നാണോ? പൊടി തുടച്ചു എന്നാണോ? പൊടി പറ്റി എന്നാണോ? പൊടി പറഞ്ഞു എന്നാണോ? എന്താ സൈക്കിളിന്റെ പൊടി എന്താ ചെയ്തേ? തുടച്ചു. സൈക്കിളിന്റെ പൊടി തുടച്ചു. ഓക്കെ. നെക്സ്റ്റ് വൺ അകറ്റി. അകറ്റിയുടെ എന്താണ്? ഏതാ വേണ്ടത്? അകറ്റി അകറ്റി നിർത്തി എന്നാണോ? അകറ്റി നിർത്തി. നെക്സ്റ്റ് വൺ കുശലം. നോക്കി എഴുതണേ, എടുത്തിട്ട് കുശലം പറഞ്ഞു. നാലാമത്തത് ആ കോളത്തിൽ കാണുന്ന നാലാമത്തതാണ്. അതിന് നേരെ എടുത്ത് എഴുതേണ്ടത്. കുശലം പറഞ്ഞു. പരിക്ക് പറ്റി. അപ്പൊ പൊടി തുടച്ചു, അകറ്റി നിർത്തി, കുശലം പറഞ്ഞു, പരിക്കു പറ്റി. ഓക്കെ, അത്രയുമാണ് നിങ്ങൾ അത് എടുത്തിട്ട് എഴുതേണ്ടതുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് എഴുതണം. പൊടി തുടച്ചു രണ്ടാമത്തത്, അകറ്റി നിർത്തി ആദ്യത്തത് ആ കോളത്തിലുള്ളത്. നെക്സ്റ്റ് കുശലം പറഞ്ഞു ലാസ്റ്റ് വൺ. നെക്സ്റ്റ് പരിക്ക് പറ്റി. ഓക്കെ, പിന്നെ ചിഹ്നങ്ങളുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതുക എന്നാണ് അല്ലെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേ ആവുള്ളൂ മക്കളെ. അപ്പോ അത്ര വരെ എഴുതിയോ മക്കള്? ഇപ്പോ അഞ്ചാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞോ? ഫിനിഷ് ആണോ? എല്ലാവരും എഴുതിയോ? ഋഷികേഷ് നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഋഷികേഷേ, അല്ലേ? സൂപ്പർ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ടോമന്ന ഓക്കെ. അപ്പോ കഴിഞ്ഞോ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ ആറാമത്തത് ചിഹ്നങ്ങളുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്ന ഖണ്ഡികയിൽ നിന്നും പാരഗ്രാഫ് അർത്ഥം ഖണ്ഡിക പറഞ്ഞത് കളത്തിലുള്ള ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ കണ്ടെത്തി അതത് ചിഹ്നങ്ങൾക്ക് നേരെ എഴുതുക. ലൈല അമ്മായിയോടൊപ്പം കാപ്പി കഴിച്ചു. അല്ലെ, ഏതാ ചിഹ്നം വരുന്നേ? അമ്മായി. ലൈല എന്നിടത്ത് ഏതാ? ഐ എന്ന ചിഹ്നമുണ്ട്. കണ്ടോ നിങ്ങള്? ലൈല എന്നുള്ളതിനെ എഴുതുമ്പോ ഐ എന്നുള്ള ചിഹ്നം. ഓക്കെ. നെക്സ്റ്റ് വേണം അമ്മായി. ഏതാ ചിഹ്നം വരുന്നേ? അമ്മ. ആ ചിഹ്നം വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ യാക്ക് ഈ എന്ന ചിഹ്നം വള്ളി വരുന്നുണ്ട്. ആ, ഈ ചിഹ്നം വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ യോടൊപ്പം. യോ ഓ ചിഹ്നമുണ്ട്. ഡൊപ്പം ഓ എന്നുള്ള ചിഹ്നമുണ്ട്. നെക്സ്റ്റ് ഉപ്പം അം എന്ന ചിഹ്നമുണ്ട്. നെക്സ്റ്റ് കാപ്പി കാ എന്നുള്ള ചിഹ്നമുണ്ട്. ഉപ്പക്ക് വള്ളിയുണ്ട്, അപ്പൊ ഈ ചിഹ്നമുണ്ട്. നെക്സ്റ്റ് കഴിച്ചു. ഏതാണ്? ഈ ചിഹ്നമുണ്ട്. അപ്പൊ മാതൃക ഇവിടെ തന്നതില് ലൈല എന്നുള്ളതിലായി, നെക്സ്റ്റ് ഈ എന്ന അമ്മായി, അങ്ങനെ എടുത്ത് എഴുതണം അല്ലെ. രണ്ട് അങ്ങനെ ഓരോന്നും ഈ താഴെ തരുന്ന ഈ ഉ എ ഐ അം ഇത്രയും ചിഹ്നങ്ങൾ വരുന്നതാണ് നമ്മൾ താഴെ എടുത്ത് എഴുതേണ്ടത്. എക്സാമ്പിൾ തന്നതുപോലെ. എന്താണ് ഫാത്തിമക്ക് ഇന്ന് ഡൗട്ട് ആണല്ലോ, പറഞ്ഞോ. സമയം കഴിയാറായി. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ കണ്ടോ മോളെ? മാതൃക തന്നത് കണ്ടോ? നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്ക്, ടെക്സ്റ്റിലേക്ക് നോക്ക്. രണ്ട് ചിഹ്നം, അതായത് ഐ എന്ന ചിഹ്നത്തിന് എന്താണ്? ചെറിയൊരു ഹൈഫൺ ലൈലാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഈ എന്ന ചിഹ്നം ഇടുക, എന്നിട്ട് എന്ത് എഴുതുക? അമ്മായി എന്ന് എഴുതുക. മനസ്സിലായോ? നെക്സ്റ്റ് ഉ എന്ന ചിഹ്നാണ് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഉ എന്ന ചിഹ്നത്തിൽ എന്താ വരുന്നത്? അവിടെ കുശലം എഴുതിക്കോ. മൂന്നാമത് എന്താ വരണ്ടേ? കുശലം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ താഴെ എഴുതി. ഈ മാതൃകാ നിലത്തിന്റെ ഇപ്പുറത്ത് എഴുതിയതാ. ഇവിടെ എഴുത്. ഇവിടെ കണ്ട ഒഴിഞ്ഞ സ്ഥലം, അവിടെ എഴുത്. ടെക്സ്റ്റ് തന്നെ. നെക്സ്റ്റ് എ എന്ന ചിഹ്നം. എ എന്ന ചിഹ്നം വരുന്ന ഏതാ?
അവളെ, ഏ ചിഹ്നം, അവളെ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഏ എന്നുള്ള ചിഹ്നം വരുന്ന ഏതാന്ന് മക്കളെ? വിശേഷങ്ങൾ.